സഭ ആരംഭിച്ചത് ഒരേ നാളിലും, അതായത് പെന്തക്കോസ്ത് നാളിൽ, ഒരേ സ്ഥലത്തും, അതായത് യെരുശലേമിലുമാണ്. യഹൂദൻ, യവനൻ, സ്വതന്ത്രൻ, അടിമ തുടങ്ങിയ വ്യത്യാസങ്ങൾ കൂടാതെ ഏക ശരീരത്തിൽ എല്ലാവരും ആത്മസ്നാനത്താൽ സംഗ്രഥിക്കപ്പെടുന്നു. ആത്മസ്നാനത്താലാണ് ഒരു വിശ്വാസി ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ ആക്കപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 5-ാം വാക്യം, 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാം വാക്യം. പെന്തക്കോസ്ത് നാളിൽ അത് സംഭവിച്ചു. പെന്തക്കോസ്ത് നാളിൽ തുടങ്ങി 12, 120, 3000, 5000 ഇങ്ങനെ സഭയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 14, 41, 4-ാം അധ്യായം 4-ാം വാക്യം. അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കൈക്കൊണ്ട് കൂട്ടായ്മ പുലർത്തി സ്നാനവും തിരുവത്താഴവും ആചരിച്ച് ആരാധന കഴിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42 മുതൽ 47 വരെ. യെരുശലേമിൽ നിന്നാണ് സഭ വ്യാപിച്ചത്. അപ്പോസ്തോലനായ പൗലോസിൻ്റെ പ്രവർത്തനത്തിൻ്റെയും ആരംഭ ബിന്ദു യെരുശലേമിൽ തന്നെയായിരുന്നു. റോമാലേഖനം 15-ാം അധ്യായം 19-ാമത്തെ വാക്യം. ആദ്യം യഹൂദ മതത്തിനുള്ളിലെ ഒരു വിഭാഗമായിട്ടാണ് ക്രിസ്തുമതം അന്ന് അറിയപ്പെട്ടത്. അപ്പോസ്തല പ്രവൃത്തികൾ 24-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസിനെ കുറിച്ചുള്ള പ്രസ്താവനയിൽ നമുക്കത് മനസ്സിലാക്കാം. യെരുശലേം സഭയ്ക്ക് യഹൂദ്യ സ്വഭാവം ഉണ്ടായിരുന്നു. ന്യായപ്രമാണ ആചരണവും ദൈവാലയ ആരാധനയും അവർ അംഗീകരിച്ചു. നസറായനായ യേശുവിനെ ഇസ്രായേലിൻ്റെ മശീഹയായി അവർ വിശ്വസിച്ചു. അപ്പോസ്തോലന്മാരായിരുന്നു ഈ സഭയുടെ നായകർ. ഏറെ താമസിയാതെ അധ്യക്ഷന്മാർ ആ സ്ഥാനത്ത് വന്നു. യേശുവിൻ്റെ സഹോദരനായി യാക്കോബ് അധ്യക്ഷനായി അംഗീകരിക്കപ്പെട്ടു. ഗലാത്യലേഖനം 2:9, അപ്പോസ്തല പ്രവൃത്തികൾ 15:6. ഏതാണ്ട് AD 62 വധിക്കപ്പെടുന്നതുവരെയും ഈ സ്ഥാനം യാക്കോബിന് തന്നെയായിരുന്നു. സഭയുടെ മശിഹ സങ്കല്പവുമായി യാക്കോബിൻ്റെ ഈ സ്ഥാനത്തിന് ബന്ധമുണ്ട്. യാക്കോബും ദാവീദിൻ്റെ രാജകീയ വംശാവലിയിൽ ഉൾപ്പെട്ടവനായിരുന്നു. AD 70 യെരുശലേം പിടിച്ച ശേഷം ദാവീദിൻ്റെ വംശത്തിൽ ആരെങ്കിലും ശേഷിക്കുന്നുവോ എന്ന് വെസ്പേഷ്യൻ അന്വേഷിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. ആദിമസഭയിൽ മേശമേൽ ശുശ്രൂഷിക്കുന്നതിന് 7 പേരെ നിയോഗിച്ചു. അവർ യവനന്മാരായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവരിലൂടെയാണ് യഹൂദ ക്രിസ്ത്യാനികളുടെ സങ്കുചിത സീമകളെ വിട്ട് ക്രിസ്തുമതം അന്യദേശങ്ങളിലേക്ക് വ്യാപിച്ചത്. 7 പേരിൽ ഒരാളായ സ്തെഫാനോസിനെ ന്യായാധിപ സംഘത്തിന് മുൻപിൽ കൊണ്ടുവന്നു. ദൈവാലയത്തെയും ന്യായപ്രമാണത്തെയും ദുഷിക്കുന്നതായി അവൻ്റെ മേൽ കുറ്റാരോപണം നടത്തി. സ്തെഫാനോസ് രക്തസാക്ഷിയായി. തുടർന്നുണ്ടായ പീഡനം പ്രായേണ യവന ക്രിസ്ത്യാനികൾക്കെതിരെ ആയിരുന്നു. 7 പേരിൽ ഒരാളായ ഫിലിപ്പോസ് ശമരിയയിൽ സുവിശേഷവുമായി പോയി. ഫിലിസ്ത്യ നഗരമായ ഗസയ്ക്കടുത്ത് വെച്ച് ഷണ്ണനെ സ്നാനപ്പെടുത്തി. തുടർന്ന് പ്രസംഗിച്ചുകൊണ്ട് കൈസര്യ വരെ എത്തി. ഈ യവന ക്രിസ്ത്യാനികളാണ് അന്ത്യോക്യയിൽ ചെന്ന് ന്യായപ്രമാണത്തെ ഊന്നിപ്പറയാതെ ജാതികളോട് സുവിശേഷം പ്രസംഗിച്ചത്. സ്തെഫാനോസിന് ശേഷം യെരുശലേം സഭയുടെ യഹൂദ്യ സ്വഭാവം പ്രബലമായി. സുവിശേഷത്തോടൊപ്പം അവർ ന്യായപ്രമാണാചരണത്തിനും പ്രാധാന്യം നൽകി. അപ്പോസ്തല പ്രവൃത്തികൾ 15:1, ഗലാത്യലേഖനം 2:12, 6-ാം അധ്യായം 12-ാം വാക്യം. യെരുശലേം കൗൺസിൽ അന്തിമ തീരുമാനമെടുത്തു. ന്യായപ്രമാണ കൽപ്പനകൾ വിജാതീയരിൽ അടിച്ചേൽപ്പിക്കരുതെന്നായിരുന്നു തീരുമാനം. ഭക്ഷണത്തിലെ കൂട്ടായ്മയ്ക്ക് വിഘ്നം വരാതിരിക്കുവാൻ ന്യായപ്രമാണത്തിലെ ചില കൽപ്പനകളെയും ദുർനടപ്പിനെ സംബന്ധിച്ച കൽപ്പനയെയും വിജാതീയർ പ്രമാണിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 20, 29, 21 മുതൽ 25 വരെ. വിശ്വാസം, സദാചാരം എന്നീ കാര്യങ്ങളിൽ യെരുശലേം സഭയ്ക്കായിരുന്നു നേതൃസ്ഥാനം. അപ്പോസ്തല പ്രവൃത്തികൾ 18:22. AD 66 ആരംഭിച്ച റോമിനെതിരെയുള്ള യുദ്ധം യെരുശലേം സഭയുടെ അന്ത്യം കുറിച്ചു.